ഒന്നും പറയില്ല, ആ മുഖം തന്നെ മതി എന്നുള്ളത്. കാരണം വെച്ചാൽ അത്രയും സങ്കട കണ്ണീരല്ല പോയിട്ട് ഇപ്പോൾ സന്തോഷ കണ്ണീരാണ്. ഇവരൊക്കെ പറഞ്ഞത് മതി മോനെ, മതി, എനിക്ക് വയ്യ. എല്ലാവർക്കും നന്ദി പറഞ്ഞാൽ എല്ലാവർക്കും നന്ദി. എനിക്ക് നിങ്ങൾ സഹായിച്ചതിനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. എല്ലാവരോടും നന്ദി. അസ്സലാമലൈക്കും. മകൻ വന്നിട്ട് കണ്ടാൽ മതി അല്ലേ? കാണട്ടെ, എത്രയും പെട്ടെന്ന് എത്തി വരട്ടെ, കാണട്ടെ, കയറട്ടെ, കാണട്ടെ. എന്നിട്ട് ഓന് വന്നിട്ട് നിങ്ങളൊക്കെ വേണ്ടി നിങ്ങൾക്ക് നന്ദി പറയാനും ഓന് ഞാനും കണ്ട് സന്തോഷം വരട്ടെ. പറയാനില്ല മക്കളെ, എനിക്ക് വേണം പറഞ്ഞെടുത്ത. വലിയ സന്തോഷത്തിലാണ്. ഇതുപോലൊരു ഒത്തൊരുമ കൂട്ടായ്മയൊക്കെ രൂപപ്പെടും എന്ന് ഉമ്മ വിചാരിച്ചിരുന്നോ? വിചാരിച്ചില്ല മക്കളെ, എവിടുന്നാ പൈസ വെക്കാന്നൊക്കെ വിചാരിച്ച് വിഷമം തന്നെ. ഇപ്പം എന്നാണ് വിഷമം തീർന്ന് അല്ലാതെ തീർത്തേനും എൻ്റെ കുട്ടി കണ്ടിട്ടുള്ള സന്തോഷം തരട്ടെ. ഇത്രയല്ല പറയാനൊന്നുമില്ല. എന്ന് കയറി കാണട്ടെ ഞാൻ. പക്ഷേ അതായത് നമുക്ക് കൂടുതൽ ഇപ്പോൾ ഒന്നും പറയാനില്ല, കാരണം വലിയ സങ്കടത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ മകൻ വന്ന് കാണട്ടെ എന്നുള്ളതാണ്. മന്ത്രി കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒരു വലിയൊരു കടമ്പയായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് അത് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അല്ല, എല്ലാവരും ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് എല്ലാവരും ഒന്നിച്ചു നിന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തവരും സംഘടനകൾ, വ്യക്തികൾ, ഗ്രൂപ്പുകൾ എല്ലാവരും ഒന്നിച്ചു. ഒരു 18 വർഷം ഒരു മനുഷ്യൻ നിരപരാധി എന്ന് പറയപ്പെടുന്ന ഒരു വിഷയം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, ജയിലിൽ കിടക്കുക. 3 തവണ തലവെട്ടാൻ വിധിക്കപ്പെട്ടു. അവിടെ നിന്നുമാണ് ജനങ്ങൾ മറ്റ് പല നിലയിൽ ചർച്ച നടന്നതിന് ശേഷം ഇങ്ങനെയൊരു നിലയിലേക്ക് എത്തിയത്. ഇതിൻ്റെ തുക കുറക്കാനൊക്കെ വലിയ ശ്രമം നടന്നു, പക്ഷേ അത് സാധിച്ചില്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യമാവുമെന്നൊക്കെ ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളുടെ കൂട്ടായ്മയുടെ മുമ്പിൽ, മനുഷ്യ നന്മയുടെ മുമ്പിൽ ഒരു തുകയും വലുതല്ല. ഒരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ മനുഷ്യ നന്മക്ക് കൂട്ടായ്മക്ക് പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ജനങ്ങളാകെ തടിച്ചുകൂടില്ലേ. ഇതുമായി പല നിലയിലും എല്ലാവരും പങ്കുവച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് സാധ്യമാകുന്ന നിലയിൽ അവർ പങ്കുവച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേകതയാണ്. ദ റിയൽ കേരള സ്റ്റോറി ഇതാണ്. ലോകത്ത് ഈ നിലയിൽ ഒരു കൂട്ടായ്മ വന്ന നിരവധി കഥകളിലൊന്നായി നമുക്ക് നാളെ ഇത് വിശേഷിപ്പിക്കപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങിയ പലരും, ആ മുന്നിട്ടിറങ്ങിയ പലർക്കും ഉണ്ടായ അനുഭവങ്ങളും ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നോ പറഞ്ഞില്ല അതിനോട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ദീർഘകാലത്തെ ഒരു പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണ്. മനുഷ്യ കൂട്ടായ്മയുടെ, മനുഷ്യ നന്മയുടെ വിജയമായിട്ട് ഇതിനെ കാണാം. ദ റിയൽ കേരള സ്റ്റോറി. മലയാളികളെല്ലാവരുടെയും മുമ്പിൽ വെക്കുന്ന ഒരു മാതൃക കൂടിയാണ് സന്ദേശം. അല്ല, ലോകത്ത്, കേരളത്തിലല്ല, ലോകത്തിനാകെ നമുക്ക് പകർത്താനാകുന്ന ഒരു മാതൃകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്നിച്ചു എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു അഭിപ്രായ വ്യത്യാസവും അല്ലെങ്കിൽ മറ്റൊരു സംഗതിയില്ല, എല്ലാവരും ഒന്നിക്കുകയാണ്. ആ സന്തോഷം ഉമ്മാൻ്റെ മുഖത്ത് ഇപ്പോൾ കാണാനുണ്ട്. എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല, എല്ലാവർക്കും ഇതോട് സഹായിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഇത് തുടക്കത്തിൽ 2 കോടി 3 കോടി നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രയാസത്തില്ല. ഇതോട് ഇവിടെ കമ്മിറ്റി വരെ ഉണ്ട്. ഇത് നിയമസഭാ സമിതിക്ക് നാട്ടിലുണ്ടാക്കിയ കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയും നാട്ടുകാരും ഇത് 2 കോടി 3 കോടി നിൽക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ഒരു നല്ലൊരു പ്രതിസന്ധിയിലായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് ഇത്രയും വലിയൊരു സംഖ്യ ഇങ്ങനെ അടിച്ച് കയറിയത്. ഇന്നത്തോടു കൂടി സമാധാനമുണ്ട്. എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. 34ലേക്ക് എത്തിയോ? 34ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 30 കോടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗൾഫ് ഫണ്ട് അവിടുന്ന് വരാനുണ്ട്. അത് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ആ ഫണ്ട് കൂടി വരുമ്പോൾ ഏകദേശം 34 ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രതീക്ഷിച്ചതാണോ ശരിക്കും? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സ്റ്റാർട്ട് ചെയ്ത് 15 ദിവസം 20 ദിവസം ആയപ്പോൾ വളരെ സ്ലോയിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ ആകെ ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു. ഇപ്പം എന്താ പറയുക, ഈ പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പാണ് നിൽക്കാതെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരാണ് എന്താ പറയുക, നിങ്ങൾ ചാനലും യൂട്യൂബർമാർ എല്ലാവരും പേരെടുത്ത് പറയുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്, സോഷ്യൽ മീഡിയ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇതിന് നമ്മളെ അനിയനിക്കും വേണ്ടിയിട്ടുള്ള ഈ ഫണ്ട് സമാഹരണത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അറിയിക്കണം. ഫണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ്? ഫണ്ട് ഇതിപ്പം കമ്മിറ്റിയാണ്. ഇതിന് ജനകീയ കമ്മിറ്റിയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി സംഘടനകളും ഒന്നിച്ചുള്ള കമ്മിറ്റിയാണ്. ഇന്ത്യൻ എംബസി വഴി, ഡൽഹി എംബസി വഴി റിയാദ് എംബസി കൈമാറിയിട്ട് നേരെ കുടുംബത്തിന് കൈമാറുന്ന, അതാണ് അതിൻ്റെ കൂടുതൽ വിവരം എനിക്കറിയില്ല. കമ്മിറ്റിയാണ് ചെയ്യുന്നത്.